നമോ ഭഗവതേ വാസുദേവായ. ദശകം 14 കപിലാവതാരം. വൃത്തം വസന്തമാലിക. ശ്ലോകം 1. സമനുസ്മൃതതാവകാം ക്രിയുഗ്മക സമനുപങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. ഒരിക്കൽ കൂടി. സമനുസ്മൃതതാവകാംഘ്രിയുഗ്മഃ സമനുപങ്കജസംഭവാംഗജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതം തേ കഥയൻ സുഖം നിനായ. സമനുസ്മൃത, നല്ല പോലെ അനുസ്മരിക്കപ്പെട്ട. സം പ്ലസ് അനുസ്മൃത, സമനുസ്മൃത. താവക അംഘ്രിയുഗ്മഃ, അങ്ങയുടെ അംഘ്രിയുഗ്മങ്ങളോട് കൂടിയവനായ. സ മനു, ആ മനു, അതായത് സ്വയംഭൂവമനു. പങ്കജ സംഭവാംഗജന്മാ, പങ്കജ സംഭവൻ എന്നാൽ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ചവൻ. ബ്രഹ്മദേവൻ ദേഹം രണ്ടായി പകുത്ത് മനുവും ശതരൂപിയും ശ്രീപൂം സ്വഭാവത്തോടെ ഉണ്ടായി എന്ന് 10ാം ദശകത്തിന്റെ അവസാന ശ്ലോകത്തിൽ പറഞ്ഞത് സ്മരിക്കുക. നിജം അന്തരം, തൻ്റെ മന്വന്തരത്തെ. അന്തരായ ഹീനം, ഹീനങ്ങളില്ലാതെ, അതായത് വിഘ്നങ്ങളില്ലാതെ. ചരിതം തേ കഥയൻ, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ചരിതത്തെ കഥിക്കുന്നവനായി അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്നവനായി. സുഖം നിനായ, സുഖമായി നയിച്ചു. ഈ പദ്യത്തിന്റെ ശ്ലോകാർത്ഥം. പങ്കജസംഭവനായ ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് ജനിച്ച ആ സ്വയംഭൂവമനു, ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദയുഗ്മങ്ങളെ നല്ലവണ്ണം അനുസ്മരിച്ചും അങ്ങയുടെ ചരിതങ്ങളെ കീർത്തനം ചെയ്തും തൻ്റെ മന്വന്തരത്തെ വിഘ്നങ്ങളില്ലാതെ സുഖമായി നയിച്ചു. സൃഷ്ടികർമ്മം പരിപോഷിപ്പിക്കാനാണല്ലോ ബ്രഹ്മാവ് തൻ്റെ ദേഹത്തെ തന്നെ രണ്ടായി പകുത്ത് മനുവും ശതരൂപിയും ആക്കി തീർത്തത്. പിന്നെ അവർ സന്താന സൃഷ്ടി ആരംഭിച്ചപ്പോൾ ഭൂമി ജലത്തിൽ മുങ്ങിയതായി കണ്ടു. അപ്പോൾ ഭഗവാൻ വരാഹമായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ സമുദ്രോപരി സ്ഥാപിച്ചു. പിന്നീട് സ്വയംഭുവമനു 71 ചതുർയുഗം പ്രജാസൃഷ്ടി നടത്തിയും ഭഗവത് ചരിത്രങ്ങൾ കീർത്തിച്ചും സുഖമായി തൻ്റെ മന്വന്തരത്തെ നയിച്ചു, കഴിച്ചുകൂട്ടി. ചതുർയുഗങ്ങൾ ഏതൊക്കെയാണ്? 1 കൃതായുഗം, 2 ത്രേതായുഗം, 3 ദ്വാപരയുഗം, 4 കലിയുഗം. നാം ഇപ്പോൾ അധിവസിക്കുന്നത് 7ാമത്തെ വൈവസ്വത മന്വന്തരത്തിന്റെ 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗത്തിലാണ് എന്ന് പറയപ്പെടുന്നു. വൈവസ്വത മന്വന്തരത്തിൽ ഇനി 43 ചതുർയുഗങ്ങൾ കൂടി അവശേഷിക്കുന്നു. തുടർന്ന് 7 മന്വന്തരങ്ങൾ കൂടിയും അവശേഷിക്കുന്നുണ്ട്. ശ്ലോകം 2. സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണഛായ ഭവസ്തദീയവാചാ ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ സ്വാമയുധം സമാസിഷേവേ. ഒരിക്കൽ കൂടി.
സമയേ ഖലു തത്ര കർദമാഖ്യോ ദ്രുഹിണഛായഭവസ്തദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവൻ സ്വാമയുധം സമാസിഷേവേ. സമയേ ഖലു തത്ര, ആ സമയത്താകട്ടെ, കർദമാഖ്യോ, കർദമൻ എന്ന് പേരുള്ള പ്രജാപതി, ദ്രുഹിണഛായഭവ, ദ്രുഹിണന്റെ അതായത് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് ഭവിച്ച, സ്തദീയവാച, ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച്, ധൃതസർഗരസോ, സൃഷ്ടിരസം ധൃതമായി, അതായത് പ്രജാസൃഷ്ടിയിൽ തൽപരനായി, നിസർഗരമ്യം, രമണീയമൂർത്തിയായ, ഭഗവസ്ത്വാം, ഭഗവാനായ അങ്ങയെ, ശ്രീ ഗുരുവായൂരപ്പനെ, ശ്രീ മഹാവിഷ്ണുവിനെ, അയുധം സമം 10,000 വർഷം, നിഷേവേ സ്വാം, അങ്ങയെ ഭജിച്ച് സേവിച്ചു. ഈ ശ്ലോകത്തിന്റെ പൂർണ്ണാർത്ഥം നോക്കാം. അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ, ആ സമയത്ത് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട കർദമൻ എന്ന പ്രജാപതി ബ്രഹ്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രജാസൃഷ്ടിയിൽ തൽപരനായി, നിസർഗമായ രമണീയതയുള്ള, അതായത് അതിസുന്ദരമൂർത്തിയായ അങ്ങയെ 10,000 വർഷക്കാലം ഭജിച്ചു സേവിച്ചു. പ്രജാസൃഷ്ടിയിലെ ധൃതമായ പൂർണമായ രസവും ഫലവും നേടാൻ അദ്ദേഹം അനേകകാല രമണീയനായ ശ്രീ ഗുരുവായൂരപ്പനെ തന്നെ ഭജനം ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞത്. സത്പുത്ര സമ്പാദനത്തിനുള്ള പൂർവകാല തയ്യാറെടുപ്പാണ് 10,000 വർഷത്തെ കാലം. ആ കാലഘട്ടത്തിലെ ഭഗവത് ഭജനവും, അതും രമണീയ ഭാവമുള്ള ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട്. ദശകം 14 ശ്ലോകം 3. ഗരുഡോപരികാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരികാളമേഘകമ്രം വിലസത്കേളി സരോജപാണിപത്മം ഹസിതോല്ലസിതാനനം വിഭോത്വം വപുരാവിഷ്കുരുഷേ സ്മ കർദമായ. ഗരുഡോപരി, ഗരുഡന്റെ മേൽ, കാളമേഘകമ്രം, കാളമേഘം പോലെ മനോഹരമായി, വിലസത് കേളി സരോജ പാണിപത്മം, വിലസത്തായ അതായത് മനോഹരമായ, സരോജം കേളിക്കായി പാണിപത്മത്തിലേന്തി, ഹസിതോലാസിതാനനം, മന്ദഹാസത്തിൽ പ്രശോഭിക്കുന്ന, വിഭോ ത്വം, ഹേ വിഭോ അങ്ങ്, വഭുർ തിരുവുടൽ, ആവിഷ്കുരുഷ്മേ സ്മ ആവിഷ്കരിച്ചു, പ്രത്യക്ഷമാക്കി, കർദമായ കർദമന്. ഈ ശ്ലോകാർത്ഥം നോക്കാം. ഹേ വിഭുവായ ശ്രീ ഗുരുവായൂരപ്പ, ഗരുഡാരുടായി കാളമേഘം പോലെ മനോഹരമായതും ശോഭമാനമായ കേളി സരോജത്തെ കയ്യിലേന്തിയും മനോഹരമായ രൂപം കൊണ്ട് പ്രശോഭിക്കുന്ന മുഖത്തോടുകൂടിയതുമായ അവിടത്തെ തിരുമേനി കർദമന് അങ്ങ് പ്രത്യക്ഷമാക്കി. നിസർഗരമ്യനായ ഭഗവാനെയാണ് കർദമ പ്രജാപതി 10,000 വർഷം പ്രജാസൃഷ്ടിക്ക് മുമ്പ് തപസ് ചെയ്ത് ആരാധിച്ചത്.
കർദമൻ ധ്യാനിച്ചിരുന്ന ആ മനോജ്ഞ രൂപത്തോടുകൂടി തന്നെയാണ് ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകിയത്. ഓർക്കുക, ഇതുപോലെ നമ്മുടെ മനോമുകുളത്തിലെ ധ്യേയരൂപം തന്നെയാണ് ഭഗവാൻ നമ്മിലും പ്രദർശിപ്പിക്കുക. ശ്ലോകം 4. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭുഃ. ഒരിക്കൽ കൂടി. സ്തുവതേ പുളകാവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവാഭിപുത്രീ കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപ്യനുഗൃഹ്യ നിർഗതോ ഭുഃ. സ്തുവതേ, സ്തുതിക്കുന്നവനും, പുളകാവൃതനായ തസ്മൈ, പുളകങ്ങളാൽ ആവൃതനായ ആ കർദമന്, മനുപുത്രി ദയിത, മനുപുത്രിയെ പത്നിയായും, നവാഭിപുത്രിയും, പിന്നെ 9 പുത്രിമാരെയും, കപിലം ച സുതം, സ്വയമേവ താൻ തന്നെയായ കപിലൻ എന്ന പുത്രനെയും, പശ്ചാത്, പിന്നെ അന്ത്യത്തിൽ, സ്വഗതിം ച, ഭഗവദ്ഗതി അതായത് മോക്ഷവും, അനുഗ്രഹീയ, അനുഗ്രഹിച്ചിട്ട്, നിർഗത അഭൂ, നിർഗതനായി ഭവിച്ചു, അങ്ങ് നിർഗതനായി. ശ്ലോകാർത്ഥം. പുളകാവൃതനായി സ്തുതിക്കുന്ന കർദമന് പത്നിയായ മനുപുത്രിയായ ദേവഹൂതിയെയും പിന്നെ 9 പുത്രിമാരെയും ഹേ ഗുരുവായൂരപ്പ താൻ തന്നെ മകനുമായും ഒടുവിൽ തന്നിലേക്കുള്ള ഗതിയെയും വരമായി നൽകി അനുഗ്രഹിച്ച് അവിടുന്ന് നിർഗമിച്ചു, അപ്രത്യക്ഷനായി. ദശകം 14. ശ്ലോകം 5. സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടക സമഗാത് കർദമമാഗതി പ്രതീക്ഷം. ഒരിക്കൽ കൂടി. സമനുഷ്യതരൂപയാ മഹിഷ്യാ ഗുണവത്യാ സുതയാ ച ദേവഹൂത്യാ ഭവതീരിത നാരദോപദിഷ്ടക സമഗാത് കർദമമാഗതി പ്രതീക്ഷം. സമനു, ആ മനു, സ്വയംഭുവ മനു, ശതരൂപയാ മഹിഷ്യ, ശതരൂപ എന്ന മഹിഷയോടും, ഗുണവത്യാ സുതയാ ച ദേവഹൂതിയ, ഗുണവതിയായ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി, ഭവത് ഈരിത നാരദോപദിഷ്ട, ഭവത് പ്രേരണയാൽ നാരദമുനിയാൽ ഉപദേശിക്കപ്പെട്ട്, സമഗാത് പ്രാപിച്ചു, കർദമം ആഗതി പ്രതീക്ഷം, ആഗമനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമനെ. ശ്ലോകാർത്ഥം. ഹേ ഗുരുവായൂരപ്പ, ഭവത് പ്രേരണയാൽ നാരദനാൽ ഉപദേശിക്കപ്പെട്ട ആ മനു പത്നിയായ ശതരൂപയോടും ഗുണവതിയായ ദേവഹൂതി എന്ന പുത്രിയോടും കൂടി ആഗമനം പ്രതീക്ഷിച്ചിരുന്ന കർദമന്റെ അടുക്കൽ സമാഗതനായി. ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ഫലം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവല്ലോ കർദമ പ്രജാപതി. അതിലേക്കായി ഭഗവാൻ തന്നെ ശ്രീ നാരദമുനിയെ പ്രേരിപ്പിച്ച്
മനുവിനു വേണ്ട ഉപദേശങ്ങൾ നൽകി. 6. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോऽസൗ ഭവദർച്ചന നിർവൃതോऽപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. ഒരിക്കൽ കൂടി. മനുനോപകൃതാം ച ദേവകൂതിം തരുണീരത്നമവാപ്യ കർദമോऽസൗ ഭവദർച്ചന നിർവൃതോऽപി തസ്യാം ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം. മനുനോ ഉപഹൃതാ ച ദേവഹൂത്യാം. മനുവിനാൽ ഉപഹൃതമായ ദേവഹൂതി എന്ന തരുണീരത്നം അവാപ്യ കർദമോ അസൗ. തരുണീരത്നത്തെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ലഭിച്ചിട്ട് ആ കർദമൻ ഭവത് അർച്ചന നിർവൃതോപി ഭഗവാനെ അർച്ചിക്കുന്നതിൽ നിർവൃതി അനുഭവിക്കുന്നവനാണെങ്കിലും തസ്യാം അവളിൽ ദൃഢശുശ്രൂഷണയാ ദദൗ പ്രസാദം പതിയെ ശുശ്രൂഷിക്കുന്നതിൽ ദൃഢചിത്തയായിരുന്ന അവളിൽ പ്രസാദിച്ചു. ശ്ലോകാർത്ഥം. നാരദർഷിയുടെ ഉപദേശപ്രകാരം മനുവിനാൽ ഉപകാരമായി നൽകപ്പെട്ട തരുണീരത്നമായ ദേവഹൂതിയിൽ ഭഗവാനെ മാത്രം അർച്ചിക്കുന്നതിൽ അതീവ നിർവൃതി അനുഭവിക്കുന്നവനാണെങ്കിലും പതിയുടെ ശുശ്രൂഷയിൽ ദൃഢചിത്തയായിരുന്നതിനാൽ കർദമൻ ആ ദേവഹൂതിയിൽ അതീവ പ്രസന്നനായി. ദശകം 14 ശ്ലോകം 7. സപുനസ്ത്വദുപാസന പ്രഭാവാദ് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യകരദ്ദേവപദേഷു ദേവകൂത്യാ. ഒരിക്കൽ കൂടി. സപുനസ്ത്വദുപാസന പ്രഭാവാദ് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യകരദ്ദേവപദേഷു ദേവകൂത്യാ. സ പുന പിന്നെ ആ കർദമൻ ത്വത് ഉപാസന പ്രഭാവാത് അങ്ങയുടെ ഉപാസനയുടെ പ്രഭാവത്താൽ ദയിത കാമകൃതേ വിമാനേ പത്നിയുടെ ആഗ്രഹപൂർത്തിക്കായി നിർമ്മിച്ച വിമാനത്തിൽ വനിതാകുലസങ്കുലേ വനിതാ സമൂഹത്താൽ നിറഞ്ഞ, അതായത് തോഴി സമൂഹത്താൽ നിറഞ്ഞ, നവാത്മാ പുതിയ രൂപം പൂണ്ട്, അതായത് പത്നി സേവന രൂപത്തോടെ വെഹരത് വിഹരിച്ചു, ദേവപദേഷു ദേവമാർഗങ്ങളിൽ ദേവലോകങ്ങളിൽ എന്ന് അർത്ഥം. ദേവഹൂതിയ ആ ദേവഹൂതിയോടൊപ്പം. ശ്ലോകാർത്ഥം. പിന്നെ ആ കർദമ പ്രജാപതി, ഹേ ഗുരുവായൂരപ്പ, വളരെ കാലം അങ്ങയെ ഉപാസന ചെയ്തു നേടിയ പ്രഭാവത്താൽ പത്നിയുടെ ആഗ്രഹപൂർത്തിക്കായി നിർമ്മിതമായ വിമാനത്തിൽ അനേകം പരിചാരക വൃന്ദത്തോടുകൂടി പത്നീ സേവനത്തിനായി പുതിയ ആത്മദേഹം സ്വീകരിച്ച്, അല്ലെങ്കിൽ 9 ആത്മരൂപത്തോടെ ദേവമാർഗങ്ങളിലൂടെ വ്യഹരിച്ചു. ബ്രഹ്മാവിന്റെ ഛായയിൽ നിന്ന് ജന്മം കൊണ്ട കർദമൻ ബ്രഹ്മരൂപം തന്നെയാണ്. ആ കർദമൻ ആയുധം വർഷം, അതായത് 10,000 വർഷമാണ് ഭഗവാനെ തപസ്സു ചെയ്തത്. പത്നിയായ ദേവഹൂതിയെ ലഭിച്ചിട്ടും ഭഗവത് ഉപാസന തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ കന്യകാരത്നമായ പത്നിയുടെ പതിസേവനത്തിൽ പ്രീതിയുണ്ടായി.
അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ് കർദമൻ. ഇരുവരും നവദമ്പതിമാരെ പോലെ നവയൗവനയുക്തരായി വിശേഷമായ ആകാശയാനത്തിൽ തോഴിമാരോടും മറ്റു ലൗകിക സുഖ സൗകര്യങ്ങളോടെയും ദേവലോക ഉദ്യാനങ്ങളിൽ വിഹരിച്ച് പത്നിയുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ശ്ലോകം 8. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വജനനോത്സുകോന്യവാസീത്. ഒരിക്കൽ കൂടി. ശതവർഷമധവ്യതീത്യ സോയം നവകന്യാസമവാപ്യ ധന്യരൂപാഃ വനയാനസമുദ്യതോപി കാന്താഹിതകൃത്വജനനോത്സുകോന്യവാസീത്. ശതവർഷം അധ, പിന്നെ 100 വർഷം. വിദിത്യ സോയം, ആ കർദമൻ അങ്ങനെ കഴിഞ്ഞിട്ട്. നവകന്യസമവാപ്യ ധന്യരൂപ, ധന്യരായ 9 കന്യകകളെ ലഭിച്ചിട്ട്. വനയാനം, വനത്തിലേക്ക് പോകാൻ, അതായത് സന്യാസത്തിന് പോകാൻ. സമുദ്ദോഭി, ഉദ്യമിച്ചവനാണെങ്കിലും. കാന്താഹിതകൃത്, കാന്തയുടെ അതായത് പത്നിയുടെ ഹിതം ചെയ്യുവാനായി. ത്വജ്ജനനോ, അങ്ങയുടെ ജനനത്തിൽ, അതായത് അങ്ങ് പുത്രനായി ജനിക്കുന്നതിന്. ഉത്സുകോ നവാസിത്, ഉത്സുകനായി പത്നിയോടൊപ്പം തന്നെ വസിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ആ കർദമ പ്രജാപതി 100 വർഷം പത്നി സമേതനായി കഴിഞ്ഞിട്ട് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ഉദ്യാനങ്ങളെയൊക്കെ വിഹരിച്ച് ധന്യരായ അതിവിശിഷ്ടവതികളായ 9 കന്യകകളെ ലഭ്യമാക്കി. പിന്നെ ദേവോപാസനത്തിനായി വനത്തിലേക്ക് തന്നെ പോകണം എന്ന് ആഗ്രഹിച്ച കർദമൻ പത്നിയുടെ താൽപര്യപ്രകാരം, ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയുടെ തന്നെ ജനനത്തിൽ സ്വപുത്രനായി ഭവിക്കുമെന്ന വരത്തിൽ ഔത്സുക്യനായി പത്നി സമേതം വസിച്ചു. ദേവഹൂതി എന്നാൽ ദേവനെ, അതായത് ഭഗവാനെ ആഹ്വാനം ചെയ്യുന്നവൾ, വിളിക്കുന്നവൾ എന്നാണ് അർത്ഥം തന്നെ. ശ്രീരത്നമായ ആ ദേവഹൂതിയിൽ കർദമന് ഭഗവാൻ തന്നെ പുത്രനായി അവതരിക്കും എന്ന് നേരത്തെ വരം ലഭിച്ചിട്ടുണ്ടല്ലോ. അതിനാൽ ആ ഭഗവത് ജനനത്തെ പ്രതീക്ഷിച്ച് ഉത്സാഹഭരിതനായി ആ കർദമൻ പത്നിയോടൊത്ത് വീണ്ടും വസിച്ചു പോന്നു. ശ്ലോകം 9. നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. ഒരിക്കൽ കൂടി. നിജഭർതൃഗിരാഭവന്നിഷേവാ നിരതായാമധ ദേവദേവഹൂത്യാം കപിലസ്ത്വമജായഥാ ജനാനാം പ്രഥയിഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജ ഭർതൃഗിരം, തൻ്റെ ഭർത്താവിൻ്റെ വാക്കിനാൽ, അതായത് ഭഗവാൻ തന്നെ തനിക്ക് പുത്രനായി പിറക്കും എന്ന വാക്കിനാൽ. ഭവന്നിഷേവ നിരതയാം അധ ദേവ, ഭഗവാനായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഉപാസനയിൽ നിരതയായി പുത്രലബ്ധി സഫലമാകാനും
അത് സത്സന്താനമാകാനും ആദ്യകാലം മുതലേ ഭഗവത് ഉപാസനയും പ്രാർത്ഥനയും വേണം. അതിനാൽ ദേവഹൂതി ആ പ്രാർത്ഥനയിൽ നിരതയായി കഴിഞ്ഞു. ദേവഹൂതിയിൽ കപിലസ്ത്വം അജായത, കപിലൻ എന്ന അങ്ങ് ജനിച്ചു. ജനാനാം പ്രതയിക്ഷ്യൻ, ജനങ്ങളിൽ പ്രകാശനം ചെയ്യുന്നവനായി. പരമാത്മതത്വവിദ്യാം, പരമമായ ആത്മതത്വ വിദ്യയെ. ഇനി ഈ ശ്ലോകത്തിന്റെ പൂർണ്ണാർത്ഥം. ഹേ ഗുരുവായൂരപ്പ, തൻ്റെ ഭർത്താവിൻ്റെ വാക്കനുസരിച്ച് അങ്ങയുടെ സേവയിലും ഉപാസനയിലും നിരതയായ ദേവഹൂതിയിൽ അങ്ങു തന്നെ ജനങ്ങൾക്ക് പരമാത്മതത്വം ഉപദേശിക്കുന്നവനായി കപിലൻ എന്ന പേരിൽ അവതരിച്ചു. ദശകം 14 ശ്ലോകം 10. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. ഒരിക്കൽ കൂടി. വനമേയുഷി കർദ്ദമേ പ്രസന്നേ മദസർവസ്വമുപാദിശൻ ജനന്യേ കപിലാത്മകവായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗദൗഘാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വനമേയുഷി കർദ്ദമേ പ്രസന്നേ. പ്രസന്നനായ കർദ്ദമൻ വനത്തെ പ്രാപിച്ചപ്പോൾ മതസർവസ്വമുപാദിശൻ ജനന്യേ, സാഖ്യാമതത്തിന്റെ സർവസ്വവും ജനനിക്കായി ഉപദേശിക്കുന്നവനായ കപിലാത്മക വായുമന്ദിരേശ, കപിലരൂപിയായ ഹേ ഗുരുവായൂരപ്പ, ത്വരിതം ത്വം പരിപാഹി മാം ഗദ ഔഘാത്, വേഗത്തിൽ അങ്ങ് എന്നെ രോഗഗണങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. കപില രൂപിയായ ഹേ ഗുരുവായൂരപ്പ, കർദ്ദമൻ പ്രസന്നനായി പുത്രജനനത്തിനു ശേഷം വനത്തിലേക്ക് പോയപ്പോൾ അമ്മയ്ക്ക് സർവസ്വമതത്തെ ഉപദേശിച്ച അവിടുന്ന് എന്നെ രോഗസമൂഹത്തിൽ നിന്ന് വേഗത്തിൽ തന്നെ രക്ഷിക്കണമേ. ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 21 മുതൽ 24 വരെ സംക്ഷിപ്തമാക്കിയതാണ് ഈ കപിലാവതാര ഭാഗം. ശ്രീ ഗുരുവായൂരപ്പ ശരണം.